ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വിഭാഗത്തിന് നേരെ വീണ്ടും ആക്രമണം. ദുർഗ് ജയിലിന് സമീപമുള്ള ആരാധനാലയത്തിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ ആക്രമണമുണ്ടായത്. പാസ്റ്ററെ ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിച്ചു. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പാസ്റ്റർ ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, 2 കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. പിന്നീട് BJP നേതൃത്വം തന്നെ ഇടപെട്ട് അവരെ മോചിപ്പിക്കുവാൻ, ആ കേസ് റദ്ദാക്കാനൊക്കെ ഇടപെടൽ നടത്തുന്നു. പുരോഹിതരെ, വൈദികരെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു പാസ്റ്ററെ. ഛത്തീസ്ഗഡിൽ ഈ വൈദികർക്കും ക്രൈസ്തവർക്കും നേരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാവുന്നു. ഗോകുൽ, ഛത്തീസ്ഗഡിൽ തുടർച്ചയായി നിരവധി സംഭവങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത്. ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് എന്ന സംഭവമുണ്ടായി. അതിൻ്റെ തുടർച്ചയായും നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിന് സമീപമുള്ള ആരാധനാലയത്തിൽ നടന്ന ആക്രമണം. ഈ ആരാധനാലയം എന്നുള്ളത് ഏതാണ്ട് 30 വർഷത്തിലധികമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു ആരാധനാലയമാണ്. ഇന്ന് രാവിലെ പതിവ് പോലെ ഞായറാഴ്ച ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ആരംഭിച്ച ഘട്ടത്തിലാണ് ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അക്രമികൾ സ്ഥലത്ത് എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ചത്. തുടർന്നാണ് പാസ്റ്റർ ഇവിടേക്ക് ഈ വിവരം അറിഞ്ഞ് എത്തുന്നത്. ഇത്തരത്തിൽ അക്രമികൾ എത്തിയ ഉടൻ തന്നെ പോലീസിനെയും വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ പാസ്റ്റർ അടക്കമുള്ളവർക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇരുമ്പ് ദണ്ടുകൊണ്ട് പാസ്റ്ററിനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പാസ്റ്റർ ജോൺ ജോനാഥന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി ഇപ്പോൾ അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ എന്നാൽ പോലീസ് ഇതുവരെ പരാതി ലഭിച്ചുവെങ്കിൽ പോലും ഇതുവരെയും കേസോ മറ്റോ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിൽ പോലീസ് കേസ് എടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ സംഭവത്തിൽ മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇന്ന് ദുർഗിലെ ജയിലിന് സമീപമുള്ള ഈ ആരാധനാലയത്തിൽ നടത്തിയ ആക്രമണത്തിലും ഈ ബജ്രംഗ് ദൾ ഉയർത്തുന്നത്. എന്നാൽ സമീപ ദിവസങ്ങളിലോ അല്ലെങ്കിൽ 30 വർഷത്തോളമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട ഇതുവരെയും അത്തരത്തിൽ യാതൊരു പരാതികളോ പ്രതിഷേധങ്ങളോ ഉയർന്നിട്ടില്ല. ഇന്ന് വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലൊരു സംഘം ഇവിടെ എത്തുകയും മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും ഈ പാസ്റ്റർക്ക് നേരെയും ഒപ്പം തന്നെ മറ്റ് പ്രാർത്ഥിക്കാനെത്തിയ മറ്റുള്ളവർക്ക് നേരെയും ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ, തീർച്ചയായും ബൽറാം, ഒരു കാര്യം കൂടി മുമ്പ് നമ്മൾ കണ്ടതാണ്. ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിലും ഛത്തീസ്ഗഡ് പോലീസ് സ്വീകരിച്ച നിലപാട്. അവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതും അവർ ആരോപിച്ച പെൺകുട്ടികൾ, അവരുടെ കുടുംബമൊക്കെ തന്നെ തങ്ങളെ സംരക്ഷിക്കുന്ന, തങ്ങൾക്ക് തൊഴിലും വരുമാനവും ഒക്കെ ഒരുക്കി തന്ന, വിദ്യാഭ്യാസം നൽകുന്ന ആളുകളാണിവർ. കന്യാസ്ത്രീകൾ, മിഷണറിമാർ, പുരോഹിതർ എന്ന് പറയുമ്പോൾ, ഇഷ്ടപ്രകാരമാണ് ക്രിസ്തീയ മതം സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ അവിടെ പോലും ഇവരെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയ ആളുകൾ എന്ന തരത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ഛത്തീസ്ഗഡ് പോലീസ് ശ്രമിച്ചത്. ഇവിടെയും ഈ അക്രമികൾക്ക് പോലീസ് സുരക്ഷ, അല്ലെങ്കിൽ പോലീസിനെ നോക്കി നിർത്തിക്കൊണ്ട് ഈ അക്രമികൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നു, ആക്രോശിക്കുന്നു. മതസ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് ഇഷ്ടമുള്ള മതം, വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. തീർച്ചയായും ഗോകുൽ, ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ് മതസ്വാതന്ത്ര്യം എന്നുള്ളത്. എന്നാൽ അതുപോലും പാലിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് സംരക്ഷിക്കേണ്ട, ഉറപ്പുവരുത്തേണ്ട പോലീസുകാർ പോലും എന്നാൽ ഈ അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഛത്തീസ്ഗഡിൽ തുടർച്ചയായി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ നടന്ന സംഭവത്തിലും സമാനമായ ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പോലീസ് നോക്കി നിൽക്കെയാണ് അക്രമികൾ പാസ്റ്റർ അടക്കമുള്ളവരെ മർദ്ദിക്കുന്നത്. അത് തടയാനുള്ള ശ്രമം ഉണ്ടായില്ല. തുടർന്ന് ഇത്തരത്തിൽ ആക്രമണം നടത്തിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതുവരെയും. അതേസമയം അക്രമികൾക്ക് അനുകൂലമായി കേസ് എടുക്കാൻ ഇടപെടുന്നു. ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് ദുർഗിലെ ജയിലിന് സമീപത്തുള്ള ആരാധനാലയത്തിലുണ്ടായിരുന്ന ഈ ആക്രമണം നേരിട്ട പാസ്റ്റർ തന്നെ തത്സമയം ചേരുകയാണ്. പാസ്റ്റർ, താങ്കൾ ഇപ്പോൾ സുരക്ഷിതനാണ്? താങ്കൾക്ക് കായികമായി മർദ്ദിക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ എന്ന നിലയിലേക്ക് പോയോ ഈ തെമ്മാടിക്കൂട്ടം? പാസ്റ്റർ, കേൾക്കാമോ? നമ്മുടെ നൺസുമാരെ ഇട്ടിരുന്ന ദുർഗ് ജയിലിന്റെ അവിടുന്ന് 100 മീറ്റർ അകലെയുള്ള ചർച്ചില് രാവിലെ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ഞായറാഴ്ച പ്രാർത്ഥന നടക്കുകയായിരുന്നു. അതെ,
കേൾക്കാം, പറയൂ. അതെ, നമ്മുടെ നൺസുമാരെ ഇട്ടിരുന്ന ജയിലിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള ഒരു ചർച്ചിൽ രാവിലെ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അവിടെ ക്രൈസ്തവ വിരോധികൾ അവിടെ ഏകദേശം 100 പേരോളം അവിടെ എത്തി മുദ്രാവാക്യം വിളിച്ചു. അപ്പോൾ പോലീസും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ചില റെപ്രസെന്റേറ്റീവ്സ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ ചീത്ത വിളിച്ചതിന് ശേഷം അവരെ മർദ്ദിച്ചു. അങ്ങനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു ലീഡർ, ജോനാഥാൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ലീഡറെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. പുള്ളിയുടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു. മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം പോലീസ് പുള്ളിയെ കൊണ്ടുപോയിട്ടുണ്ട്. അറിഞ്ഞ വിവരം അനുസരിച്ച് പുള്ളി എന്തിനാണ് അവിടെ ചെന്നത്, പുള്ളി ചെന്നത് കൊണ്ടാണ് പ്രൊവോക്കേഷൻ ഉണ്ടായത്, 100 കണക്കിന് ചെറുപ്പക്കാർ വന്നത് എന്ന് പറഞ്ഞ് പുള്ളിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടാക്കാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഛത്തീസ്ഗഡിൽ ഈ ആക്രമണം നേരിട്ട പാസ്റ്ററാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അവിടെ എത്തിയ ഒരു പാസ്റ്ററെ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ കൈക്ക് കാര്യമായ പരിക്കുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ പരുക്കേറ്റ ആൾക്കെതിരെ കേസെടുക്കുന്ന നിലയിലേക്ക്, ആ നടപടികളിലേക്കാണ് ഛത്തീസ്ഗഡ് പോലീസ് നീങ്ങുന്നതെന്നും പറയുന്നുണ്ട്. എന്തിന് ആ സ്ഥലത്തേക്ക് എത്തി എന്നതാണ് ചോദ്യം ചെയ്യുന്നത്. അവരുടെ ആരാധനാലയത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയവരോടല്ല, മറിച്ച് ആരാധന നടത്തിയിരുന്ന ആളുകളോടാണ് എന്തിനവിടെ വന്നു എന്ന് ഛത്തീസ്ഗഡ് പോലീസ് ചോദിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.